കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് NIA സംഘം. ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, NIA എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യാനും അവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ സംവിധാനങ്ങൾ സെറ്റ് ചെയ്യാനും എല്ലാമുള്ള അധികാരം കേന്ദ്ര സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം നൽകിയിട്ടുണ്ട്. ഈ അധികാരമൊന്നും NIAക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആ സമയത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് പോലും പോയി ആ സംസ്ഥാനത്തിന്റെ അനുവാദം ഇല്ലാതെ ഭീകരവാദികൾക്കെതിരെ ഒരു പോരാട്ടം നടത്താനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് NIA എന്ന് പറയുന്ന സംവിധാനത്തിനെ ഇതുപോലെ കൂച്ചുവിലങ്ങിട്ട് നിർത്താനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾക്കതിൽ മറുപടി പറയാൻ സാധിക്കും. അത് ഇവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിരവധി ഭീകര തലവന്മാർക്ക് എപ്പോഴും ഒളിത്താവളങ്ങൾ ഒരുക്കുന്നത് വലിയ തരത്തിൽ ഇതുപോലെയുള്ള സ്വാധീനമുള്ള ചില നേതാക്കന്മാരുടെ കീഴിലായിരിക്കും. അപ്പോൾ ഈ ഭീകരവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് എപ്പോഴും ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തണൽ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വലിയ സ്വാധീനമുള്ള ചില ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾ ചെയ്തിരുന്നു. അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ 127 പ്രവർത്തകരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേക അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടും ആരാണ് ഇവിടെ ഈ പറയുന്ന ഭീകരവാദികളുടെ വിഷയങ്ങളെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് ചെയ്തത്, ഏത് മാധ്യമമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാധ്യമങ്ങൾ ഇന്ന് കേരളത്തിലില്ല. ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് അവരുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഹരിക്കെതിരെ പ്രത്യേക ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കൂട്ടിയോട്ടം നടത്തുക, അതോടൊപ്പം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക സ്റ്റോറികൾ ചെയ്യുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരുപാട് യുവതി യുവാക്കളെ കണ്ടുകൊണ്ട് നിലവിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുക. ഇതൊക്കെയാണ്. ഇത് നല്ല കാര്യം തന്നെയാണ്. ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മൾക്കില്ല. പക്ഷേ ഇതുപോലെ കേരളത്തിൽ ഏതെങ്കിലും ജനൻ TV ഒഴികെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമം ജിഹാദി ഭീകരവാദികൾക്ക്, നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ലോകത്ത് മുഴുവൻ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഒരു മലയാളിയുടെ പേര് എപ്പോഴും ഒന്ന് ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഭീകരവാദികൾക്ക് ഒരു സർവകലാശാല എന്നോണം പ്രവർത്തിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല? അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രത്യേക പേടി, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ വ്യൂസ് പോവും, തങ്ങളിവിടെ BJPക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ആളുകളാണ്, ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഈ കാഴ്ചപ്പാട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദില്ലിയിലേക്ക് വരുന്ന സമയത്ത് പല ഈ മലയാളികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ദില്ലിയിലേക്ക് ഈ PFIക്കാർ വരുന്നത്? കേരളത്തിൽ എന്താണ് വേറെ വിമാനത്താവളങ്ങളൊന്നുമില്ലേ? കേരളത്തിലെ എയർപോർട്ടുകളിൽ എന്താണ് ഇവർക്ക് വന്നിറങ്ങിയാൽ? ഇതിലൊരു കാര്യമാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പണവും മറ്റ് സംവിധാനങ്ങളും പ്രവർത്തകരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് നിരവധി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭീകര തലവന്മാർ. അപ്പോൾ ഇവന്മാരെ സംബന്ധിച്ച് ഈ ചോട്ടാ കളി എന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്തിനകത്ത് ജയിലിൽ കിടക്കുന്ന ഇവരുടെ റൌഫ് അടക്കമുള്ള, ഇപ്പോൾ അവസാനമായിട്ട് ഫൈസി അടക്കമുള്ള ആളുകളെ പുറം ലോകം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണം ആവശ്യമാണ്. കപിൽ സിബലിനെ പോലെയുള്ള വക്കീലന്മാരെ ഏൽപ്പിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള ഒരു സിറ്റിങ്ങിന് സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്കൊക്കെ വലിയ രീതിയിൽ പണം ഒഴുക്കി ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭീകരന്മാരെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പണം കണ്ടെത്തുക എന്നുള്ള വലിയ ഒരു കലാപരിപാടിയുടെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇവരെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാരും ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണാധികാരികളെ കൃത്യമായിട്ട് വിഷയം അന്വേഷിച്ച് അതിന്റെ എവിഡൻസ്, ഡാറ്റ അവർക്ക് കൈമാറിയിട്ട് ഇവർ അവിടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പണം കണ്ടെത്തുകയാണ്, നിങ്ങളെ രാജ്യത്തിന്റെ ഉള്ളിലുള്ള ആളുകളിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവരെ
പൂർണ്ണമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടത്തിവിടണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം. അപ്പോൾ ഈ പിടിക്കപ്പെട്ടിട്ടുള്ള ഓരോ ഭീകരന്മാരെയും തീഹാർ ജയിലിലേക്കല്ല ഇപ്പോൾ കൊണ്ടുപോകുന്നത്, അവരെ പൂർണ്ണമായിട്ടും യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലുള്ള ഗാസിയാബാദിലെ ജയിലുകളിലേക്കാണ്. ഈ ഒരു മാറ്റം ഈ അടുത്ത സമയത്താണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഗാസിയാബാദിലേക്ക് മാറ്റുക എന്നുള്ള നയത്തോടു കൂടി ഒരു കാര്യം നമ്മൾക്ക് വ്യക്തമാകുന്നുണ്ട്. ഉത്തർപ്രദേശ് പോലെ ഭീകരവാദികളുടെ വേട്ട വലിയ രീതിയിൽ നടത്തുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഭീകരന്മാർ അവിടെ താമസിക്കാൻ, ഗാസിയാബാദ് പോലെയുള്ള ഒരു ജയിലിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ ഇവന്മാരുടെ ഗതികേട് എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കുന്നതിനായിട്ട് ഒരുപാട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുക എന്നുള്ള ഒരു പ്രഖ്യാപിത നയമായിട്ട് ജിഹാദി ഗ്രൂപ്പുകൾ കൊണ്ടു നടക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണവും റെയ്ഡും എല്ലാം ഇപ്പോഴും ഓരോ ദിവസങ്ങളും നടക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് മുന്നാണ് അയോധ്യയിൽ സ്ഫോടനം നടത്താൻ വേണ്ടി പദ്ധതിയിട്ടിരുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ATS ആണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്. ഗുജറാത്ത് ATSന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഗുജറാത്തിൽ മാത്രമല്ല, ഗുജറാത്തിന് പുറത്തും പോയി അറസ്റ്റ് ചെയ്യാറുണ്ട് അവർ. അവരെ സംബന്ധിച്ച് സോമനാഥ ക്ഷേത്രം തകർക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭീകരന്റെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് അയോധ്യയിലേക്ക് എത്തുന്നത്. ISIS ഭീകരന്മാരാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, ISIS എന്ന് പറയുന്ന ഒരു ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിന് നമ്മുടെ രാജ്യത്തുകൂടി ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അത് അവരെ എങ്ങനെ എവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നോക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ, നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ വലിയ തരത്തിലുള്ള കൈകൾ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഭീകര തലവന്മാർക്ക് വേണ്ടിയുള്ള ഒരു താവളം ഒരുക്കുന്ന തരത്തിലേക്ക് ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള ഒരു ഏകീകരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. അതും തർക്കമില്ല. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഭീകരന്മാർക്കെതിരെ എപ്പോഴെങ്കിലും 1% ഒരു വിഷയം സംസാരിക്കാൻ ഇവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇല്ല, ഇവർ തയ്യാറല്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഭീകരവാദ തലവന്മാർക്കെതിരെയോ ഭീകരവാദ സംഘടനകൾക്കെതിരെയോ സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഇവന്മാർ കാണിക്കാത്തതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഇവർ ഭയപ്പെടുകയാണ്, തങ്ങൾ കൂടി ഇവിടെ ഒരു പ്രത്യേക സംവിധാനത്തെ വേട്ടയാടുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം ഇവർ നടത്തുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ നടത്തുമോ എന്നുള്ള സംവിധാനം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് വളരെയധികം സൈലന്റ് ആയിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവർ ഒരിക്കലും ഇവരുടെ ഭാഗത്തു നിന്ന് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാൻ പിടിച്ചടക്കുക എന്നുള്ള നയത്തോടു കൂടി മുന്നോട്ട് വന്നാൽ പോലും ഇവർ സംസാരിക്കില്ല, ഭീകരന്മാർക്കെതിരെ സംസാരിക്കില്ല. ഇന്ത്യയുടെ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് ഈ ഭീകരവാദികളെ കൈകാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടും സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു ടീം തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ളത് തർക്കമില്ല. ഈ സംഭവമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരവധി ഭീകരന്മാരെ നമ്മുടെ രാജ്യത്ത് നിന്ന്, പുറം രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള വിജയം കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും ഈ ഭീകരന്മാർക്കെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് ഇവർ തയ്യാറായി. ഇവർ ആദ്യം തന്നെ RSS അങ്ങനെയല്ലേ, RSS ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറിച്ചുകൊണ്ടുവരിക. ഇത്രത്തോളം വലിയ രീതിയിൽ മണ്ടന്മാരാണ് ഇവന്മാരെന്നുള്ള തർക്കമില്ല. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇവിടുത്തെ ജനങ്ങൾ ഇവന്മാർക്ക് നൽകുന്നുമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂട്ടത്തിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഓരോ PFI നേതാക്കന്മാരും ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് പോലെയുള്ള ഒരു ജയിലുകളിലേക്ക് ഇവരെ മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഇതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ഭീകരവാദികൾക്കെതിരെ ഉണ്ടായിരിക്കുന്നത്.